Hello friends, welcome to 999 Designer Studio. I am Rose Dawn. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ FAQ പോലെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി ഒന്ന് പറയാന്ന് ഓർത്തിട്ടാണ്. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൈസ്. നമ്മുടെ എല്ലാ ഡ്രസ്സസിനും പ്രൈസ് വരുന്ന 999 ആണ്. നമുക്ക് അതുപോലെ ഷിപ്പിംഗ് ചാർജസ് അതിന്റെ കൂടെ കൂട്ടും. ഓരോ റീജിയനിലും ഓരോ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ കേരളത്തിനകത്ത് വരുമ്പോൾ 60 rupees ആണ് വരുന്നത്. പുറത്തേക്ക് സൗത്ത് ഇന്ത്യയിൽ വരുമ്പോൾ 90, അതുപോലെ നോർത്ത് ഇന്ത്യയിൽ വരുമ്പോൾ 120 ആണ് നമുക്ക് ഷിപ്പിംഗ് ചാർജസ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ് ഡിസ്പാച്ചിങ് ടൈം ചോദിക്കുക. അപ്പൊ നമുക്ക് 3 ടൈപ്പ് ഓഫ് ഡിസ്പാച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ആയിട്ട് വരുന്ന ഡിസ്പാച്ചിങ്ങിൽ നമുക്ക് ഒരു 15 to 20 വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണ്, അത് സ്പെഷ്യലായിട്ട് എല്ലാവരും നോട്ട് ചെയ്യണം. അപ്പം വർക്കിംഗ് ഡേയ്സിലാണ് അത് ഡിസ്പാച്ചിങ് നടക്കുള്ളൂ. കാരണം കൊറിയേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് വർക്കിംഗ് ഡേയ്സിൽ പറ്റുള്ളൂ. അതുപോലെ അതിനകത്ത് നമുക്ക് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് എമർജൻസി ആയിട്ടുള്ള ഡിസ്പാച്ചിങ് ഉണ്ട്. അതൊരു 3 to 5 വർക്കിംഗ് ഡേയ്സിൽ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്കൊരു 24 hours ഡിസ്പാച്ചിങ് ആണ് പിന്നെ വരുന്നത്. അതിനകത്ത് നമുക്ക് ഇതിന് രണ്ടിനും ഈ എമർജൻസി ആയിട്ടുള്ള 2 ഡിസ്പാച്ചിങ്ങിനും നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ്സ് വരുന്നുണ്ട്. അതിനകത്ത് എമർജൻസി 3 to 5 വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ 200, 24 hours ആണെങ്കിൽ 500 ആണ് എക്സ്ട്രാ വരുന്നത്. ഇപ്പൊ പുറത്തുനിന്നുള്ള ഓർഡേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം വരുന്നത്. അതാണ് മെയിൻലി ഡിസ്പാച്ചിങ്ങിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് മോസ്റ്റ്ലി നമ്മളൊരു ഫോക്സ് ജോർജറ്റ് വെച്ചിട്ടാണ് നമ്മുടെ കൂത്തീസ് എല്ലാം ചെയ്യുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ബദ്രി സിൽക്ക് ഉണ്ട്, മിത്ര സിൽക്ക് ഉണ്ട്, അതുപോലെ നമുക്ക് നെറ്റ് കോട്ടയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ആ പ്രൊഡക്റ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 32 മുതൽ 44 വരെയാണ്. പിന്നെ സ്മോളർ സൈസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പ്ലസ് സൈസും ചെയ്യുന്നുണ്ട്. പക്ഷെ പ്ലസ് സൈസ് ചെയ്യുമ്പോൾ ഇപ്പം യോക്കിലൊക്കെ വർക്ക് വരുന്ന കൈൻഡ് ഓഫ്, ഇപ്പം ഈ ഒരു മോഡലൊക്കെ ആണെങ്കിൽ ഇതൊരു പ്ലസ് സൈസിൽ ചെയ്തോ. ഇതുപോലെ യോക്കിൽ വർക്ക് ഒക്കെ വരുന്ന മോഡൽസ് ആണെങ്കിൽ നമ്മൾ 200 rupees എക്സ്ട്രാ ചെയ്തിട്ട് വരുന്നുണ്ട്. അല്ലാത്ത വർക്ക് കുറവുള്ള ഇപ്പൊ നെക്കിൽ മാത്രം വർക്ക് അല്ലെങ്കിൽ അല്ലാത്ത അങ്ങനത്തെ കൈൻഡ് ഓഫ് വർക്ക് ഇല്ലാത്തതും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ചാർജസ് നമുക്ക് വരുന്നില്ല. പിന്നെ വരുന്നത് കളേഴ്സ് ആണ്. നമുക്ക് നീലം ചാർട്ടിൽ വരുന്ന എല്ലാ കളേഴ്സും തന്നെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്കിപ്പോ എമർജൻസി ഡിസ്പാച്ചിങ്ങിൽ ചിലപ്പം അങ്ങനത്തെ കളേഴ്സ് എല്ലാം ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് കളേഴ്സ് കൊണ്ടുവരാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നത് പിന്നെ ചോദിക്കുന്നത് ബോട്ടം ആൻഡ് ദുപ്പട്ട. അപ്പം നമുക്ക് രണ്ടും നമുക്ക് എക്സ്ട്രാ ചാർജസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്. അത് സെയിം മെറ്റീരിയലിൽ വേണമെങ്കിൽ അങ്ങനെ സെയിം മെറ്റീരിയലിൽ തന്നെ നമ്മൾ ബോട്ടം സിഗരറ്റ് പാൻസും അവൈലബിൾ ആണ്, അതുപോലെ ചുരി പാൻസും അവൈലബിൾ ആണ്. അതുപോലെ ദുപ്പട്ട വരുമ്പോഴും നമുക്ക് 4 sides ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ നമുക്ക് സ്കാലപ്പിംഗ് വേണമെങ്കിൽ സ്കാലപ്പിംഗ് ചെയ്യാം. ഇതുമല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യണം, സെയിം വർക്ക് തന്നെ നിങ്ങൾക്ക് ബോർഡേഴ്സിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓരോന്നും സ്പെഷ്യൽ ചാർജസ് ആണ്. അത് നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ അടുത്ത് പറയും. മെയിൻ ആയിട്ട് ചുരി ബോട്ടം ആണെങ്കിൽ 350, നോർമൽ സിഗരറ്റ് പാൻസ് ആണെങ്കിൽ 300, ദുപ്പട്ട 4 സൈഡ് ഫോൾഡ് ചെയ്ത് വരുന്നതിന് 250, സ്കാലപ്പ് വരുന്നതിന് 580. അതുപോലെ വർക്ക് വരുകയാണെങ്കിൽ ആ വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും റേറ്റ് വരുന്നത്. പിന്നെ നമ്മള് എബ്രോഡ് ആയിട്ടുള്ളവർക്ക് ഷിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഷിപ്പിംഗ് ചാർജ് എത്രയാണോ ബില്ല് വരുന്നത് ആ ബില്ലാണ് പേ ചെയ്യേണ്ടത്. അതാണ് പുറത്തുള്ളവർക്കുള്ളൊരു ഇത്. എബ്രോഡിലുള്ള ഏത് കൺട്രി ആണെങ്കിലും നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ക്വാണ്ടിറ്റി കൂടുതലാണ്, ലൈക്ക് ഒരു 10 kg ഒക്കെ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് കാർഗോയിലായിരിക്കും ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ആയിട്ട് കൊറിയേഴ്സിലല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടി റേറ്റ് കുറവ് വരും. പിന്നെ നമുക്ക് സ്ലീവില് വർക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് പറയും. നമുക്ക് എല്ലാ മോഡലിലും സ്ലീവില് വർക്ക് വരുന്നില്ല. അപ്പൊ സ്ലീവില് വർക്ക് ആഡ് ഓൺ ചെയ്യുമ്പോൾ അതിന് നമ്മൾ 400 ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗൗൺ ലെങ്ത് വരുമ്പോഴും നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്യും. നമ്മുടെ കുർത്തീസിന്റെ ലെങ്ത് വരുന്നത് 46 ആണ് വരുന്നത്. അപ്പം 46 മുതൽ നമ്മൾ 50 വരെ നമ്മൾ എക്സ്ട്രാ പേയ്മെന്റ്സ് ഒന്നും വരുന്നില്ല. 50ക്ക് മുകളിലേക്ക് വരുന്നതിന് നമ്മൾ എക്സ്ട്രാ ചാർജസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് 300 ആണ് വരുന്നത്. പിന്നെ
പ്ലസ് സൈസ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വർക്കിനനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുന്നതാണ്. അതുപോലെ ഫീഡിങ് ഓപ്ഷൻ ചെയ്യുന്നതിനും നമുക്ക് ഫീഡിങ് കുർത്തീസ് ഉണ്ട് 2-3 പേജിൽ. അതല്ലാതെ നമ്മളുടെ കുർത്തീസിനകത്ത് ഫീഡിങ് ഓപ്ഷൻ ചെയ്യുമ്പോൾ എക്സ്ട്രാ 50 വരും. അതുപോലെ സ്ലീവിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് എക്സ്ട്രാ 50 റുപ്പീസ് വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ കുർത്തീസിനകത്ത് നമ്മൾ സിബ് എല്ലാ കുർത്തീസിലും നമ്മൾ ചെയ്യുന്നില്ല. നോർമലായിട്ട് നമ്മൾക്കിപ്പോൾ തല കടന്ന് വരുന്ന കുർത്തീസിനൊന്നും നമ്മൾ സിബ് വെക്കുന്നില്ല. അതിന് നിങ്ങൾക്കിപ്പം എല്ലാവർക്കും ചിലർക്കൊക്കെ സിബ് വേണം എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ അപ്പോഴും നമ്മൾ അതിന് എക്സ്ട്രാ പേയ്മെന്റ് വരും. അല്ലാത്ത നമ്മളിപ്പോ കോളർ കൈൻഡ് ഓഫ് വരുന്നതിന് നമുക്ക് സിബ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ അത് നമ്മൾ സിബോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാത്ത കുർത്തീസിനൊന്നും സിബ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ കുർത്തിയുടെ ലെങ്ത് 46 ആണ് ഞാൻ പറഞ്ഞു. സ്ലീവിന്റെ ലെങ്ത് നമ്മൾ 16 ആണ് ചെയ്യുന്നത്. ഇതെല്ലാം ഒരു നോർമൽ സ്റ്റാൻഡേർഡിൽ ഇതാണ് വരുന്നത്. പിന്നെ എക്സ്ട്രാ ചില മോഡലിൽ അപ്പൊ നമ്മൾ ഫുൾ സ്ലീവ് ആയിട്ടുള്ള നമ്മുടെ മോഡൽസ് ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ 22-23 ആണ് സ്ലീവിന്റെ ലെങ്ത് വരുന്നത്. സ്ലീവിൽ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. ലൈനിങ് വേണ്ടവർ അത് പറയണം, എന്നാലാണ് നമ്മൾ ലൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഇല്ല. നമ്മളുടെ കുർത്തീസ് ഒന്നും തന്നെ നമ്മൾ റിട്ടേൺ എടുക്കുന്നതല്ല. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ സൈസ് ഇഷ്യൂസ് വരുവാണ്, നമ്മൾ ഇവിടുന്ന് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് സൈസ് ഇഷ്യൂസ് ഒക്കെ വരാം. അങ്ങനെ സൈസ് ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾക്ക് അത് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ചെറിയ സൈസാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ വലിയ സൈസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ചെറിയ സൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മളത് ഷേപ്പ് ചെയ്ത് നമ്മളത് ഇവിടുന്ന് തന്നെ നമ്മളത് ചെയ്ത് തരുന്നതായിരിക്കും. അതാണ് റിട്ടേൺ പോളിസി എന്ന് പറയാനായിട്ട് അതാണ് വരുന്നത് നമുക്ക്. പിന്നെ ഡാമേജ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്ന വേറൊരു മെയിൻ കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇല്ല. പക്ഷെ നമ്മൾ അതിനുള്ള ഫെസിലിറ്റി നോക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് അത് റെഡി ആവുകയാണെങ്കിൽ നിങ്ങളത് അറിയിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറീസും ചെയ്യാം. പിന്നെ നമുക്ക് പിന്നെ ഡിസ്പാച്ചിങ് ടൈമിന്റെ കാര്യം ഒന്നും കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം വർക്കേഴ്സിന്റെ അവൈലബിലിറ്റി നമ്മൾ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിസ്പാച്ചിങ് നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ടൈം നേരത്തെ പറ്റുമെങ്കിൽ നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ 7 to 12 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ അയക്കുന്നുണ്ട്. അപ്പം അത് മാക്സിമം 15 ആവാതെ നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്കുണ്ട്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മെസ്സേജ് അയക്കാം. നമ്മൾ അതിനുള്ള റിപ്ലൈസ് തരും. അപ്പം താങ്ക് യു.